സെബാസ്റ്റ്യൻ പോൾ തൃക്കരുവക്കാരൻ KR രമണൻ MA ബേബിയുടെ ബാല്യകാല സുഹൃത്ത്, കടുത്ത പാർട്ടിക്കാരൻ, അദ്ദേഹം എഴുതിയ കത്തിന്റെ ഒരു വരിയോട് ഞാൻ വായിക്കാം. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായിരുന്ന സഖാവ് EMS, സഖാവ് AKN, സഖാവ് VS എന്നിവരെ കണ്ട് ബഹുമാനിച്ചിരുന്ന സ്ഥാനത്ത് സഖാവ് പിണറായി വന്നപ്പോൾ ധാർഷ്ട്യവും കോപാകുലതയും കണ്ടു തുടങ്ങിയ വെറുപ്പ് സർക്കാർ അവസാന കാലത്ത് പാരമ്യത്തിലെത്തി. അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങൾക്കെതിരെയും വെറുപ്പിനെതിരെയും തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ്ട് പാർട്ടിയുടെ പരാജയം അന്വേഷിച്ച് വലിയ മെനക്കേടൊന്നും പോകേണ്ട സഖാവ് കാര്യമില്ല, തോൽപ്പിച്ചത് സഹികെട്ട പാർട്ടി സഖാക്കൾ തന്നെ, മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ട് സഖാവ് പിണറായിയെ നമ്മുടെ സഖാക്കൾ ഒഴിവാക്കി, അത്ര തന്നെ. സാധാരണക്കാരനായ ബേബിയുടെ കൂടെ പഠിച്ച ഒരു പാവം സഖാവിന് വളരെ കൃത്യമായത് ബോധ്യമുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് ബോധ്യം വരാത്തത് എന്തുകൊണ്ടാണ്? സെബാസ്റ്റ്യൻ പോൾ, ഈ ചരിത്ര പരാജയത്തിൽ ചുക്കാൻ പിടിച്ച രണ്ട് നേതാക്കളുടെ പേര്, ഒന്ന് പിണറായി വിജയൻ, ഒന്ന് MV ഗോവിന്ദൻ, രണ്ടുപേരും അവിടെ തന്നെ തുടർന്നുകൊണ്ട് എന്ത് മാറ്റമാണ് ഈ പാർട്ടി ആലോചിക്കുന്നത്? സെബാസ്റ്റ്യൻ പോൾ. അതേ, സഖാവ് MA ബേബിയുടെ സതീർത്ഥ്യൻ ആ കത്തിലൂടെ, ദീർഘമായ ആ കത്തിലൂടെ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ, അത് കേരളത്തിലെ എല്ലാ പാർട്ടി സഖാക്കളുടെയും ഉള്ളിൽ ഉള്ള വികാരം തന്നെയാണ്. പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടില്ല, അതിനുള്ള വേദി അവർക്കുണ്ടാവില്ല. ഇനി അഥവാ പ്രകടിപ്പിച്ചാൽ തന്നെ അത് പരിഗണിക്കപ്പെടില്ല, പരിശോധിക്കപ്പെടില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കമ്മിറ്റികളും ഇനിയിപ്പോൾ ഈ എക്സ്റ്റൻഡഡ് ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടാൻ പോകുന്നുണ്ട്. പക്ഷെ ഒരിടത്തും എന്താണ് പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിന് കാരണക്കാരായവരെ അതേപടി നിലനിർത്തിക്കൊണ്ട് എന്ത് ചർച്ച നടത്തിയിട്ടും എന്ത് കാരണം കണ്ടെത്തിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സുശക്തമാണ്, അത് അത്ര നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിൻ്റെ പിന്നിൽ സഖാക്കളുണ്ട്. അവർക്ക് പാർട്ടി ചിഹ്നം മാറി വോട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമുള്ള ആളുകളല്ല. ഞാൻ തന്നെ തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഈ പാർട്ടി സഖാക്കളുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ചിഹ്നം വേണമെന്ന് ചോദിച്ച് ആവശ്യപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. കണക്കുകൾ അങ്ങനെയാണ് നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഉത്തരവാദികളായവർ, ഞാനിപ്പോൾ പേര് ആവർത്തിക്കേണ്ട കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരവാദികളായവരെ അതേപടി നിലനിർത്തിക്കൊണ്ട് കാരണക്കാരെ കണ്ടുപിടിക്കാൻ പോയാൽ എവിടെയാണ് ആ കണ്ടെത്തൽ അവസാനിക്കുക? അങ്ങനെയൊരു അവസ്ഥയിലാണ് MA ബേബിയുടെ ആ കൂടെ പഠിച്ച ആ സതീർത്ഥ്യൻ്റെ ഈ കത്തിൽ പറയുന്ന വികാരം, അത് കേരളത്തിലെ പാർട്ടി അനുഭവിക്കുന്ന ഒരു പൊതുവികാരമായി മാറുന്നത്. MA ബേബിയെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം 12 വർഷം രാജ്യസഭ പദവി വഹിച്ചതിന് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ അന്ന് EMSൻ്റെ കാലമായിരുന്നു. അടുത്ത മുഖ്യമന്ത്രി ബേബിയായിരിക്കും എന്നുവരെ സഖാക്കൾ കരുതിയ കാലമായിരുന്നു. പക്ഷെ അതൊക്കെ എവിടെയാണ് ആ പ്രതീക്ഷകളൊക്കെ പോയി അസ്തമിച്ചത്? ഇവിടെ ഇപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വളരെ ഇടുങ്ങിയ നിഗൂഢമായ താല്പര്യങ്ങൾ, കുടുംബ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒക്കെ ആവാം, അവ സംരക്ഷിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പാർട്ടി ഇത്ര വലിയ പടുകുഴിയിൽ അകപ്പെട്ടിട്ടും അവിടെ നിന്ന് ആ പാർട്ടിയെ കരകയറ്റുന്നതിനുള്ള പോസിറ്റീവായ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഇപ്പോഴും പാർട്ടി എവിടെയൊക്കെയോ അലയുകയാണ് കാരണക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി. കാരണക്കാരെ മറച്ചു പിടിച്ചുകൊണ്ട് അവരെ പ്രതിരോധിച്ചുകൊണ്ട് ഉള്ള ഈ അന്വേഷണവും തെരയലും ഒക്കെ എവിടെയാണ് ഞാൻ അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.